ദൈവസന്നിധിയിൽ അദ്ദേഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഇടവകയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതായ ബിജോ മാത്യു അച്ഛൻ, ഈ മദ്ബഹായ ശുശ്രൂഷിക്കുന്നവരായ ശുശ്രൂഷകന്മാർ, അതുപോലെ തന്നെ ഇടവകയുടെ കമ്മിറ്റിക്കാർ, മറ്റ് ഭാരവാഹികൾ, ഇടവകയിൽ ജനങ്ങളൊക്കെയും വളരെ കഷ്ടപ്പാടോടുകൂടെ വളരെയേറെ സമയം, ധനം ഒക്കെയും ഊർജമൊക്കെയും ചെലവഴിച്ച് ഈ കെട്ടിടം ദേവാലയമായി മാറ്റുവാൻ ആവശ്യമായ ശ്രമമൊക്കെയും നിങ്ങൾ നടത്തി. എല്ലാത്തിനും ദൈവം 30, 60, 100 മേനിയായി നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നതായി നാം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അഭിനന്ദിക്കുകയും എല്ലാവരോടുമുള്ള അനുമോദനം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഭദ്രാസനത്തിൽ ബലഹീനനായ ഞാൻ ശുശ്രൂഷ ഏറ്റെടുത്തതിനു ശേഷം ഉദാശ ചെയ്യപ്പെടുന്നതായ 3ാമത്തെ ദേവാലയമാണിത്. 3-4 ദേവാലയങ്ങൾ ഉദാശയ്ക്കായിട്ട് സമയം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇന്നിവിടെ വന്ന് സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും ഈ ചടങ്ങിനെ അനുഗ്രഹിച്ച എല്ലാ ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളോടും, ബഹുമാനപ്പെട്ട വന്യ അച്ഛനോടും, ബഹുമാനപ്പെട്ട മത്തായച്ചൻ, ബഹുമാനപ്പെട്ട ജെയിംസ് കറിയാച്ചൻ, ബഹുമാനപ്പെട്ട ഷിനോജൻ എന്നീ അച്ഛന്മാരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. അധികം സമയം നിങ്ങളുടെ ഇപ്പോൾ എടുക്കുന്നില്ല. നാളെ വിശുദ്ധ കുർബാന നടത്തപ്പെടുന്നു. പള്ളി ഉദാശ നിർവഹിച്ചതിനു ശേഷം തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നുള്ളതാണ് രീതിയെങ്കിലും കീഴ്വഴക്കമെങ്കിൽ തന്നെയും ഈ രാജ്യത്തിന്റെ പ്രത്യേക സ്ഥിതി ആയതുകൊണ്ട് തുടർച്ചയായിട്ട് 3 ദിവസം കുർബാന അർപ്പിക്കണമെന്നാണ് നാട്ടിലൊക്കെയും ചെയ്യുന്നതായ പതിവ്. എന്നിരുന്നാൽ തന്നെയും നാളത്തെ വിശുദ്ധ കുർബാനയിൽ ആദ്യമായിട്ട് ഉദാശ ചെയ്യപ്പെട്ടതിനു ശേഷം നടത്തുന്നതായ ആദ്യത്തെ വിശുദ്ധ കുർബാനയിൽ നിങ്ങളെല്ലാവരും വന്ന് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കണം എന്ന് നിങ്ങൾ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ നാളെ ഫോർബിസ്കോപ്പായിട്ട് സ്ഥാനാഭിഷേകം ചെയ്യുവാൻ പരിശുദ്ധ പാത്രീസ് ബാബായിൽ നിന്നും ബലഹീനനായ നമുക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ബലഹീനനായ ഞാൻ അത് അറിയിക്കുകയും ഈ ഇടവക ഏറെനാള് കാത്തിരുന്നതായ ആ അനുഗ്രഹീതമായ മുഹൂർത്തവും ആ അനുഗ്രഹീതമായ സന്ദർഭവും നാളെ ദൈവം അനുവദിച്ചാൽ നമുക്കതൊക്കെയും വളരെ സന്തോഷകരമായി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അത് നടത്തുകയും ചെയ്യാം എന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. ചില കാര്യങ്ങളും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് നാം സമർപ്പിച്ചതായ ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശ്രമവും നമ്മുടെ സമയവും ധനവും ഒക്കെയും നിങ്ങൾ എന്തെല്ലാം ഏത് രീതിയിലൊക്കെയും ചെറുതും വലുതുമായി ഈ ദേവാലയം ഈ സ്ഥിതിയിലാക്കുന്നതിന് നിങ്ങളുടേതായ പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടേതായ എന്തായിരുന്നാൽ തന്നെയും ദൈവസന്നിധിയിൽ വിലയേറിയതാണ് എന്ന് പ്രത്യേകമായി ഓർത്തിരിക്കണം. നാം ഇന്ന് ചൊല്ലിയതായ പ്രാർത്ഥനകളിലൊക്കെയും ഈ ഇടവക ഇത് നിർമ്മിക്കുന്നതിനും ഇതിൽ ചെറുതുമായ സഹകരിച്ചിട്ടുള്ളവരെയും ഓർക്കുവാനും തുടർന്ന് നടത്തപ്പെടുന്നതായ എല്ലാ വിശുദ്ധ കുർബാനകളിലും ആ ആളുകളെ സ്മരിക്കുകയും ചെയ്യുന്നു എന്നത് പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് തുടങ്ങിയപ്പോൾ പറഞ്ഞത് വളരെ അപൂർവമായ ഒരു ദിവസവും ഒരു സന്ദർഭവുമാണ് എല്ലാവരെയും ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്മരിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോട് കൂടിയിരിക്കാം. ഇന്ന് രാത്രിയും നാളെയും നടത്തുന്നതായ ശുശ്രൂഷകൾ വരെയും ദൈവ സാന്നിധ്യ ബോധം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നാളെ വിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കെടുത്ത് വിശുദ്ധ തിരുചൊല്ലിയുടെ രക്തങ്ങൾ അനുഭവിച്ച് കർത്താവിനായി പുതിയ ഒരു ഉന്മേഷത്തോടുകൂടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ നമുക്കൊക്കെയും സാധിക്കട്ടെ എന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ എന്റെ വാക്കുകൾ സമ്മതിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ മറ്റ് അനൗൺസ്മെന്റ് ഇപ്പോൾ നടത്തുന്നതാണ്. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദേവാലയത്തിന്റെ ഉദാശകർമ്മം ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഉള്ളതായ നന്ദിയും സ്നേഹവും ഒക്കെയും നാളെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അറിയിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ആയതുകൊണ്ട് പ്രത്യേകമായ ആർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നില്ലെങ്കിലും ഇന്ന് ഇവിടെ വന്നിട്ട് നാളെ വരാൻ സാധിക്കാതെ ഉള്ളതായ ചില ആളുകളുണ്ട്. ഇവിടെ വന്ന് സംബന്ധിച്ച എല്ലാ വൈദികരെയും മറ്റേ ഇടവകകളിൽ നിന്നൊക്കെയും വന്ന് സംബന്ധിച്ച എല്ലാ ഇടവകയിലെ മെമ്പേഴ്സിനെയും ബന്ധുമിത്രാദികളായി ദൂരെ നിന്നും അടുത്തു നിന്നും വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുകയും
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാളെ രാവിലെ ദൈവദിനമായാൽ 8:30 മണിക്ക് തന്നെ നമസ്കാരം തുടങ്ങും. 8:55 വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കത്തക്ക രീതിയിലുള്ളതായ ക്രമീകരണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിവന്യ തിരുമേനിക്ക് 12:30 മണിക്ക് ഈ ദേവാലയത്തിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുവാനുള്ളത് കൊണ്ട് സമയത്തിൽ യാതൊരു മാറ്റവും വരാത്ത രീതിയിലായിരിക്കും വിശുദ്ധ കുർബാനയുടെ ക്രമീകരണങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. രോഗിയിലെ എല്ലാ ആളുകളും, നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും സഹോദര ഇടവകളിൽ നിന്ന് വന്നു ചേരുന്നവരുമായ എല്ലാ ആളുകളും രാവിലെ തന്നെ ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദേവാലയത്തിന് വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഈ ഇടവകയിലെ എല്ലാ വ്യക്തികളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്പമായും അധികമായും നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തികളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങൾക്ക് അതിന് പ്രതിഫലം നൽകും എന്നുള്ളത് യാതൊരു സംശയവും. സ്ഥലങ്ങളിൽ നിന്നൊക്കെയും ധാരാളം ആളുകൾ അനുമോദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവര് മുൻപായുടെ പണിക്കായി അവരുടെ മുൻപിലേക്കൊക്കെ നീട്ടിയപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി സഹകരിച്ച അനേക ആളുകൾ അവരുടെയൊക്കെയും സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അവരെയൊക്കെയും ഈ അവസരത്തിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പലർക്കും വന്ന് സംബന്ധിക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെയൊക്കെയും നാമത്തിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ദേവാലയത്തിന്റെ പണിയിൽ അല്പമായോ അധികമായോ സംബന്ധിച്ചുള്ള ഓരോരുത്തരെയും ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നുള്ളത് യാതൊരു സംശയം. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുമെന്നുള്ളത് യാതൊരു സംശയം. ഈ ദേവാലയം അത്ഭുതകരമായി ഇവിടെ വാങ്ങിക്കുകയും ഇവിടെ വിശുദ്ധ കുർബാന നടത്തപ്പെടുകയും ചെയ്തതിനു ശേഷം വളരെയധികം അത്ഭുതങ്ങൾ ഈ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും. പരിശുദ്ധ ദൈവമാതാവിന്റെയും പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസിന്റെയും മോർ ഏലിയാസ് ബാവായുടെയും മാധ്യസ്ഥതയും കാവൽ ഇവിടെ ഉണ്ടായിരിക്കും. ശലോമോൻ പറഞ്ഞതുപോലെ ഈ ദേവാലയത്തിന് നേരെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കേൾക്കപ്പെടും. അവന്റെ യാചനകൾക്ക് ഉത്തരം നൽകപ്പെടും. അതിന് യാതൊരു സംശയവും. ദേവാലയത്തിൽ കഴിഞ്ഞ മാതാവിന്റെ 8 നോയമ്പ് സമയത്ത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച ഓരോരുത്തരും അനുഗ്രഹങ്ങൾ പ്രാപിച്ചതായി സാക്ഷ്യം നൽകുവാൻ തക്കവണ്ണം അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തിൽ നിന്നുണ്ടായി എന്നുള്ളതിന് യാതൊരു സംശയവും. 3-ാമത്തെ ദിവസം ഉച്ചപ്രാർത്ഥനയ്ക്ക് ശേഷം പറയുന്നതിൽ തിരുമേനിയും കൂടി അറിയിക്കാനാണ്. ഉച്ചപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദേവാലയത്തിന് മധ്യത്തിനായി ഒരു വലിയ പ്രകാശം കാണുവാൻ വേണ്ടിയാണ്. ആ പ്രകാശം എന്നും നമ്മെ നയിക്കട്ടെ. ഈ ദേവാലയത്തിൽ നിലനിൽക്കട്ടെ. ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും വിശ്വാസത്തോടുകൂടി കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കും പോലും അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ മടങ്ങി പോവുകയില്ല എന്നുള്ളത് യാതൊരു സംശയം. അതിന് ദൈവം ഇടയാക്കുന്നത് ഓരോ വ്യക്തികളും കടന്നു വന്നിരിക്കുന്നു. ഓരോ വ്യക്തികളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദീർഘമായിരിക്കുന്ന ശുശ്രൂഷ കഴിഞ്ഞതാണ്. ഇനിയും രാവിലെ ഇവിടെ എത്തുവാനുള്ളത് കൊണ്ടും ബാക്കി കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ അഭിമന്യ തിരുമേനിയുടെ കൈമുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും താഴെ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. പാരീഷ് ഹോളിലേക്ക് പോകണം. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമേ എല്ലാവരും മടങ്ങി പോകാവൂ. യാതൊരു കാരണവശാലും ആരും ഭക്ഷണം കഴിക്കാതെ മടങ്ങി പോകരുത് എന്ന് നിങ്ങളുടെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ അഭിമന്യ തിരുമേനി കൈമുത്തും ആ സമയത്ത് കൊയർകാര് നമ്മുടെ സാധാരണ പാടുന്നതായ ഏതെങ്കിലും ഒരു ഗീതം പാടും. അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കൈമുത്ത് നടക്കും. നിങ്ങൾക്ക് സ്തോത്ര കാഴ്ചയിട്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കും. ശ്രീകാമത്തി വഴിപാടിടുമ്പോൾ ഈ ദേവാലയത്തിന്റെ നിർമ്മാണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ രാജ്യത്ത് പ്രത്യേകിച്ച് അല്ലാണ്ടായി വളരെ ചുരുക്കം ആളുകളാണ് നമ്മുടെ സഭയുടെ മക്കളായി നിലവിലുള്ളത്. ഈ ഇടവകയുടെ അംഗസംഖ്യ നിങ്ങൾക്കറിയാം, മറ്റിടവകളിലെയും അംഗസംഖ്യ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയും ഭരിച്ചതായ ഇത്രയും മനോഹരമായ ഒരു ദേവാലയം പണിയുവാനായിട്ട് വന്നിക്കാവുന്നതായ ചെലവിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഇന്ന് വഴിപാടിടുമ്പോൾ
സാധാരണ ഇടുന്നതിനേക്കാൾ ഉപരിയായി അത് ഇടുവാനായിട്ട് ശ്രദ്ധിക്കണം. ഒറ്റ ഡോളർ എപ്പോഴും പരാതി പറയാറുണ്ട്. എങ്ങും പോകാനായിട്ടില്ല, പുതിയ സ്ഥലമൊന്നും കാണാൻ സാധിക്കുന്നില്ല, എപ്പോഴും ഈ പള്ളിപ്പുറത്ത് മാത്രമേ ഉള്ളൂ എന്നെ. $20 ആണെങ്കിൽ വെക്കേഷനൊക്കെ പോകും, ക്രൂസിനൊക്കെ പോകും, പല സ്ഥലങ്ങളിൽ പോകാനായിട്ട് അന്ന് ചാൻസ് കിട്ടും. പക്ഷേ $1 എങ്ങും പോകാനായിട്ടില്ല. വാലറ്റ് ടു ചർച്ച് ആൻഡ് ചർച്ച് ടു വാലറ്റ്. എല്ലാവരും അതുകൊണ്ട് അത് മാറ്റി മറ്റ് ഡോളറുകൾക്കും പള്ളിയിൽ വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ചെക്കാരും മതി എന്ന് അച്ഛൻ പറയുന്നു. നമ്മുടെ പള്ളികളിൽ വരുന്നത് അതൊരു ഭാരമായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. അച്ഛൻ പറഞ്ഞതുപോലെ അനുഗ്രഹത്തിന്റെ സ്രോതസ്സായിട്ട് ഈ ദേവാലയമൊക്കെയും നമുക്ക് ആക്കി തീർക്കണം. ദൈവത്തിന്റെ പരിശുദ്ധ സഭയുടെ വിളങ്ങുന്ന ശോഭിക്കുന്ന വിളക്കുകളായിട്ടൊക്കെയും തീരും. നിങ്ങൾ അതുകൊണ്ട് കൈ നിറച്ച് കൊടുക്കണം. കൊടുത്തത് കൊണ്ട് ആർക്കും കുറഞ്ഞു പോവുകയില്ല. നമുക്കുള്ളതിൽ നിന്നും വളരെയേറെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് മനസ്സ് വേണം. കാരണം പെരുമ്പഴി തിരുമേനി ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, കൊടുക്കാനും വേണം ഒരു ഭാഗ്യം. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ആ രീതിയിൽ വേണ്ടതുപോലെ ചെയ്യുമെന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുമെന്ന് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു.
അത് ആഘോഷമാക്കിയത് ആഘോഷമാക്കിയാണ് 3000 റെഡിയാക്കി ഒന്നുമില്ല അവർക്ക് അത് വീഡിയോ കേൾക്കട്ടെ അത് കേട്ടോട്ടെ പോണായിരിക്കും അതൊരു അപ്പം അങ്ങനെ തീരുമാനിക്കാം ഞങ്ങളെ പഴയ കൊതിയും കൂടെ പല തീരുമാനമാണ്